Hello, welcome back to Pocket. നമ്മളുടെ കൂടുന്നത് റിവർ ഇൻഡി എന്നും പറഞ്ഞിട്ടുള്ള പുതിയൊരു ഇലക്ട്രിക് സ്കൂട്ടറാണ് നമ്മുടെ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. യെസ്, നിങ്ങളെല്ലാവരും പ്രേമലു എന്ന ഫിലിമിൽ ഈ ഒരു വണ്ടി കണ്ടിട്ടുണ്ടാവും. അതെ, ഈ ഒരു രണ്ട് കണ്ണുള്ള സച്ചിനും റീനുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കഥാപാത്രങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വണ്ടിയാണ് റിവർ ഇൻഡി എന്ന് പറയുന്നത്. SUV ഓഫ് സ്കൂട്ടർ എന്നാണ് റിവർ ഇൻഡി ഈ ഒരു വണ്ടിനെ വിശേഷിപ്പിക്കുന്നത്. SUV എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോർട്ട് യൂട്ടിലിറ്റി വെഹിക്കിൾ, അതായത് ഒരുപാട് സ്പേസോട് കൂടിയിട്ടുള്ള ഒരു വലിയൊരു ഇലക്ട്രിക് സ്കൂട്ടർ തന്നെ ഈ ഒരു വണ്ടിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ്, ബാക്കിയുള്ള സ്പെക്ക് ഡീറ്റെയിൽസ് ഒക്കെ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഇതിൻ്റെ ഒരു മോട്ടറിൻ്റെ സെക്ഷനിലേക്ക് തന്നെ എടുക്കാം. അതായത് രണ്ട് തരത്തിലാണ് ഇതിൻ്റെ മോട്ടർ അവർ പറയണത്. ഒന്ന് റേറ്റഡ് പവറും രണ്ടാമത് പീക്ക് പവറും. റേറ്റഡ് പവർ എന്ന് പറയുമ്പോൾ 4 kW, പീക്ക് പവർ എന്ന് പറയുമ്പോൾ 6.7 kW ആണ് ഇതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ മോട്ടറിൻ്റെ ഏകദേശം ഒരു പവർ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഏകദേശം നമ്മളുടെ ഏതർ 450Xനോട് ഒപ്പം നിൽക്കുന്ന ഒരു പവർ തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടിയിലും കാണാൻ വേണ്ടി പറ്റുന്നത്. 3 തരത്തിലുള്ളൊരു മോഡ്സാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ഒന്നാമത്തെ മോഡ് എന്ന് പറയുമ്പോൾ എക്കോ മോഡ്, രണ്ടാമത്തത് റൈഡ്, മൂന്നാമത്തത് റഷ് എന്ന് പറയുന്നത് കുറച്ചും കൂടിയും പവർഫുൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു പവറോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എന്ന് പറയാനുണ്ടെങ്കിൽ 90 km/s നമുക്ക് ഈ ഒരു വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നമുക്ക് കിട്ടുന്നത്. യെസ്, അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഒറ്റ ഫുൾ ചാർജിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫുൾ റേഞ്ച് എന്ന് പറയാനുണ്ടെങ്കിൽ 110 ആണ്. 110 km ആണ് ഈ ഒരു വണ്ടി നമുക്ക് കമ്പനി പറയുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നുണ്ടെങ്കിൽ. നമുക്ക് ഡിസ്പ്ലേയിലും അത് തന്നെയാണ് കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ നമുക്ക് കുറച്ച് വൃത്തിക്കൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 110 മാത്രമല്ല, കമ്പനി കാണിക്കണം 110 മാത്രമല്ല, നമുക്കൊരു 120, 125 എത്തും എന്നാണ് ഇതിൻ്റെ യൂസേഴ്സ് ആയിട്ടുള്ള ഓണേഴ്സ് പറയണത്. ദെൻ നമുക്ക് ഇതിൻ്റെ ഒരു മെയിൻ സെക്ഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല, ഇതിൻ്റെ ബാറ്ററി എന്ന് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 4 kWh ആണ് ഇതിൻ്റെ ഒരു ബാറ്ററി വരുന്നത്. തന്നെയല്ല, ഇതിൻ്റെ ഒരു ചാർജിൻ്റെ സെക്ഷൻ നോക്കുമ്പോൾ നമുക്ക് 750 വാട്ടിൻ്റെ ഒരു ചാർജറാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു വണ്ടിയിൽ 750 വാട്ട് വെച്ചിട്ടുള്ള ചാർജർ വെച്ചിട്ട് നമുക്ക് 0 to 80 എന്ന് പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് 5 hours കൊണ്ട് നമുക്ക് ഈ ഒരു വണ്ടിയിൽ നമുക്ക് ചാർജ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അവിടുന്ന് പിന്നെ 80 to 100 കുറച്ചും കൂടിയും ടൈം എടുക്കും, ഒരു 6 hours ഒക്കെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആണ്. അത് ഓൺലി ഷോറൂമിൽ മാത്രമാണ് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ. കമ്പയർ ടു ഏതർ 450Xനെ വെച്ച് സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പവർ സ്റ്റേഷൻസ് ഉണ്ട് ഈ ഒരു വണ്ടിക്ക്. ഷോറൂമിൽ ഇതിൻ്റെ അതാതായിട്ടുള്ള ഷോറൂമിൽ മാത്രമാണ് ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉള്ളൂ. 0 to 100 ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നത് 2 hours നമുക്ക് ഫാസ്റ്റ് ചാർജിങ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കൂടിയും 2 hours എടുക്കുന്നതായിരിക്കും. എനിക്കത് കുറച്ച് ലെങ്തി ആയിട്ട് തന്നെ തോന്നിയിട്ടാണ്. നമ്മളുടെ ഏതറിനെ വെച്ചൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു 45 to 50 പോട്ടെ, ഒരു 1 hour പിടിക്കും. 1 hourൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഏതറിൽ നമുക്ക് ഫുൾ ചാർജ് ആക്കി കിട്ടുന്നതായിരിക്കും. 80% ആയി കിട്ടണമായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു വണ്ടിക്ക് 2 hours ആണ് വരുന്നത്. അപ്പോൾ അതെനിക്ക് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നി. യെസ്, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള നമ്മളുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു EV സ്കൂട്ടേഴ്സിൽ വെച്ച് നോക്കുമ്പോൾ എല്ലാ വണ്ടിക്കും നമുക്ക് ബെൽ ഡ്രൈവാണ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിക്ക് ചെയിൻ ഡ്രൈവാണ് വരുന്നത്. അത് ഈ ഒരു വണ്ടിയുടെ സ്പെഷ്യാലിറ്റി തന്നെയാണ്. നമുക്ക് ഈ ഒരു വണ്ടിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ 55 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് നമുക്ക് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ 42 ലിറ്റർ ബൂട്ട് സ്പേസ് തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് സ്പേസ്, കൈ അതിൻ്റെ ഇടയിൽ കുടുങ്ങി. ഒരുപാട് സ്പേസ് ഇത് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. വേണമെന്നുണ്ടെങ്കിൽ 2-3 ഹെൽമെറ്റൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് തന്നെ ഈ ഒരു വണ്ടിയിലുണ്ട്, നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. ഓക്കെ, ദെൻ നമുക്കിതേ ഇതുകൂടി തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 13 ലിറ്റർ ബൂട്ട് സ്പേസും കൂടി അവിടെ കിട്ടും. അങ്ങനെ ടോട്ടലി 55 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ്. നമുക്ക് ഒരുപാട് വീട്ടു സാധനങ്ങളാണെന്നുണ്ടെങ്കിലും എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇതിൽ നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ ബൂട്ട് സ്പേസ് കണ്ടു. ഇനി നമുക്ക് റൈഡറിന് ഇരിക്കാനുള്ള ഒരു സ്ഥലം കൂടിയും കാണിച്ചു തരാം. അതിന് മുന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സീറ്റ് കാണിച്ചു തരാം. ഒരു വലിയൊരു സീറ്റ് തന്നെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഞാൻ ഇതിൽ പില്യൺ എടുത്ത് നോക്കിയിരുന്നു. അപ്പോൾ പില്യൺ എൻ്റെ അടുത്ത് പറഞ്ഞത് വേറൊന്നുമല്ല, നല്ല കംഫർട്ട് തരുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി നമ്മുടെ ഏതർ 450Xനെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഒരുപാട് സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെയല്ല ഈ ഒരു ബാക്ക് സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് നല്ലൊരു കംഫർട്ട് തരുന്നുണ്ടെന്നാണ് എൻ്റെ അടുത്ത് പില്യം പറഞ്ഞത്. നമുക്ക് നോക്കാം, റൈഡറിൻ്റെ സ്ഥലം എടുത്ത് നോക്കി നോക്കാം. ഒരുപാട് സ്ഥലമുണ്ട് ഇരിക്കാനായിട്ട്. ഇവിടെ ഇറങ്ങിയിരിക്കാം. ഇവിടെ നമ്മളെ കാല് വെക്കാനായിട്ട് ഒരുപാട് സ്ഥലമുണ്ട്. ഒന്നത് ഇവിടെ കാല് വെച്ച് പോകണമെങ്കിൽ ഇവിടെ കാല് വെച്ച് പോകാം. അതുകൂടാണ്ട് ഇവിടെ ഒരു ഫുഡ് റെസ്റ്റും കൂടി നമ്മുടെ റൈഡറിന് വന്നിട്ടുണ്ട്. സാധാരണ പില്യനാണ് ഫുഡ് റെസ്റ്റൊക്കെ വരാറ്. ഇവിടെ നമുക്ക് റൈഡറിനും കൂടിയും ഫുഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. പില്യൻ്റെ ഫുഡ് റെസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതുമാത്രമല്ല, നമുക്ക് സൈഡ് ചെരിഞ്ഞിരിക്കണവർ കാണുന്നുണ്ടെങ്കിൽ
ഇവിടെ നമുക്ക് വേറൊരു ഫുഡ് റെസ്റ്റും കൂടി കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ നമുക്ക് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ്റെ സൈഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോയിൽ സ്പ്രിംഗ് വിത്ത് ഹൈഡ്രോളിക് ഡാമ്പേഴ്സാണ് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടി എന്നും നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റും. ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നു ഇതൊരു വലിയൊരു ലോങ് വണ്ടിയാണ്, അതേപോലെ തന്നെ ഒരുപാട് സ്ഥലമുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു കർബ് വെയിറ്റ് എന്ന് പറയുകയാണെങ്കിൽ 135 ആണ് നമുക്ക് ഇതിൻ്റെ ഒരു കർബ് വെയിറ്റ് വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിലത്തെ ടയറിൻ്റെ സെക്ഷനിലേക്ക് എടുത്ത് നോക്കി നോക്കാം. 120 ആണ് ഇതിൻ്റെ ബാക്കിലത്തെ സെക്ഷൻ വരുന്നത്, ബാക്കിലത്തെ ടയറിൻ്റെ സെക്ഷൻ വരുന്നത്. ഓക്കെ, ഫ്രണ്ടിലത്തെ ടയറിൻ്റെ സെക്ഷൻ എന്ന് പറയുമ്പോൾ 110 ആണ് വരുന്നത്. കുറച്ച് വലിയ വണ്ടി ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും ടയർ സൈസ് ഈ ഒരു വണ്ടിക്ക് അവർ കൊടുത്തിരിക്കുന്നത് 120, 110. അപ്പോൾ അടുത്തതായി നമുക്ക് ഇതിൻ്റെ ഡിസ്കിൻ്റെ സെക്ഷനിലേക്ക് എടുത്ത് നോക്കി നോക്കാം. ഫ്രണ്ട് സൈഡിൽ നമുക്ക് 240 mm കൂടിയിട്ടുള്ള ഹൈഡ്രോളിക് ട്രിപ്പിൾ പിസ്റ്റൺ ഡിസ്ക് ബ്രേക്കാണ് നമുക്ക് ഇതിൽ വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 200 mm കൂടിയിട്ടുള്ള ഹൈഡ്രോളിക് സിംഗിൾ പിസ്റ്റൺ ഡിസ്ക് ബ്രേക്കാണ് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. കൊള്ളാം, കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ നല്ല ബൈറ്റ് തരുന്ന ഒരു ഡിസ്ക് ബ്രേക്സ് തന്നെയാണ് നമുക്ക് വരുന്നത്. 135 kg പിടിച്ചു നിർത്താനുള്ള ഒരു ബ്രേക്കിംഗ് ബൈറ്റ് തന്നെ ഈ ഒരു വണ്ടിക്ക് ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഹെഡ്ലൈറ്റിൻ്റെ സെക്ഷനിലേക്ക് എടുത്ത് നോക്കി നോക്കാം. LED ഹെഡ്ലൈറ്റോട് കൂടിയിട്ടുള്ള ഒരു കണ്ണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും LED തന്നെയാണ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ടെയിൽ ലൈറ്റിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും LED തന്നെ വരുന്നത്. എനിക്ക് ഇതിൻ്റെ ടെയിൽ ലൈറ്റിനെയും കാട്ടിയും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഈ ഒരു 2 കണ്ണ് തന്നെയാണ്. സംടൈംസ് ചില പൊസിഷനിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിനെ ക്യൂട്ടായിട്ട് തോന്നും, ചില പൊസിഷനിൽ ഇതൊരു ഭീമാകാര വണ്ടി പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു വണ്ടി കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു വണ്ടിയാണ്, കുറച്ച് വലിയൊരു വണ്ടി തന്നെയാണ്. ആൾക്കാരെ മുന്നിലേക്ക് എടുത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് നോക്കി നിന്ന് പോകുന്നുണ്ട്. കാരണം എന്താ ഈ വരുന്നത്, കാരണം ആരും അങ്ങനെ കണ്ടുപരിചയമായി വരുന്നുള്ളൂ. അറ്റ് ലാസ്റ്റ് നമുക്ക് ഈ ഒരു വണ്ടിയുടെ മീറ്റർ ആൻഡ് ഇതിൻ്റെ സ്വിച്ചസ് ഒക്കെ നമുക്കൊന്ന് എടുത്ത് നോക്കി നോക്കാം. ഓക്കെ, കീ ഓൺ ചെയ്തു. ഇങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ഡിസ്പ്ലേ വരുന്നത്. നമ്മൾ ഏതറിലൊക്കെ കണ്ടുവരുന്ന പോലെ ഇതിൽ ഗൂഗിൾ മാപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. ഓക്കെ, ഇതിൻ്റെ സ്വിച്ചസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കിൽ സ്വിച്ച്. ഓക്കെ, വണ്ടി ഓൺ ചെയ്തു. ഇപ്പോൾ വണ്ടി ഓണാണ്. ഈ ഒരു സ്വിച്ച് നമുക്ക് മോഡ് മാറ്റാനായിട്ടുള്ളൊരു സ്വിച്ചാണ് കേട്ടോ. ഇത് ഇപ്പോൾ റഷിൽ എടുക്കുന്നുണ്ട്. ഇത് റൈഡ്, എക്കോ. ഓക്കെ, പിന്നെ ഈ കാണുന്ന ഈ ഒരു സ്വിച്ച് ഇത് റിവേഴ്സിനുള്ള സ്വിച്ചാണ്. ഇത് തന്നെ നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാലാണ് റിവേഴ്സ് പോവുക. അതന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ച് ഒരു വട്ടം കൂടി അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലോട്ട് പാർക്കിംഗ് അസിസ്റ്റ് എന്നും കൂടി ഈ ഒരു സ്വിച്ചിന് പേരുണ്ട്. ദെൻ നമുക്കിത് ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിമ്മ്, ബ്രൈറ്റ്, അതേപോലെ തന്നെ പാസ്, ദെൻ ഇൻഡിക്കേറ്റേഴ്സ്, ദെൻ റിവർ ഇൻഡിയുടെ ഒരു ഹോൺ. ദെൻ നമുക്ക് ലാസ്റ്റ് അവസാനമായിട്ടൊരു സാധനം കൂടി നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു വലിയൊരു വണ്ടിക്ക് കുഞ്ഞൊരു മിററും കൂടി നമുക്ക് കാണാൻ പറ്റും. നല്ല ക്യൂട്ടാണ് ഈ ഒരു മിറർ. ഇത് യൂസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യെസ്, ഓഫ് കോഴ്സ് ഇത് യൂസ്ഫുള്ളാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ വിസിബിളാണ്. എന്നാൽ ഒരുപാട് നമ്മുടെ ഏതർ 450യുടെ പോലെ ഒരുപാട് പുറത്തേക്ക് തള്ളി നിൽക്കണില്ല. ഇത് ഉള്ളിലേക്ക് ഒതുങ്ങിയിട്ട് തന്നെ നിൽക്കുന്നത്. ദെൻ നമുക്കിവിടെ ഒരു വിങ്ഷീൽഡ് പോലൊക്കെ ഒരു സാധനം കാണാൻ പറ്റും. യൂസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് വലിയ യൂസ് ഒന്നും തോന്നിയില്ല, പക്ഷേ കാണാനൊരു രസമൊക്കെ ഉണ്ട്. ദെൻ നമുക്ക് ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഓടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം. ഇതിൻ്റെ പവർ, ഇതിൻ്റെ സസ്പെൻഷൻ, ഇതിൻ്റെ ബ്രേക്കിംഗ്, ഇതൊക്കെ എങ്ങനെയുണ്ട്, ഇത് ആർക്കൊക്കെ എടുക്കണം, ഇത് ആർക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. എന്നാലും ഇതൊരു ഓഫീസ് വർക്ക്, ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു വണ്ടിയാണോ എന്നുള്ളതൊക്കെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം. യെസ്, അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് ഹൈവേയിലേക്ക് കടന്നിട്ടുണ്ട്. ഇത്രയും ദിവസം മഴ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊടും മഴയായിരുന്നു. മഴയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇറങ്ങും, വീഡിയോ എടുക്കാൻ പറ്റില്ല. മഴ പെയ്യും, തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും. ഞാനത് ശരിക്കും നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. ജസ്റ്റ് ലെഫ്റ്റ് പോയിട്ട് ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് കാണിച്ചു തരാം. ഈ റോഡാകുമ്പോൾ വണ്ടികൾ ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഡബിൾസാണ് ഞാൻ വെച്ചേർക്കണത്. ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് എത്ര പെട്ടെന്ന് എങ്ങനെയൊക്കെ കയറുന്നുണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഒരു പവറിൻ്റെ ഒരു സെക്ഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാകും.
ഡബിൾസ് ആയതുകൊണ്ട് തന്നെ ഈ കമ്പനി പറയണ 90 km/s നമുക്ക് ഈ ഒരു വണ്ടിയിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അത് മേ ബി ചിലപ്പോൾ ഡബിൾസ് ആയതുകൊണ്ടായിരിക്കാം. എന്നിരുന്നാലും നമ്മൾ ഏതർ 458 കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ്സുകൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ ഡബിൾസ് ആവട്ടെ സിംഗിൾസ് ആവട്ടെ ആ വണ്ടിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മളിതിൻ്റെ സ്പെക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വണ്ടിക്കും 26 Nm ടോർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു വണ്ടിക്ക് 135 kg ആണ് വരുന്നത്. ഏതർ 450X എന്ന് പറയുമ്പോൾ 110 kg ആണ് വരുന്നത്. ആ ഒരു വെയിറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇതിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വ്യത്യാസം അറിയുന്നുണ്ട്. നമ്മളെ സംടൈംസ് നമ്മളെ ബൈക്കുകളുടെ ഇനീഷ്യൽ പവറിനെ പോലും ക്രോസ് ചെയ്യുന്ന ഒരു പവറാണ് നമ്മളുടെ ഏതർ 450Xൽ വരുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്തിനാണ് ആ വണ്ടിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ രണ്ട് വണ്ടിക്കും ഓൾമോസ്റ്റ് സെയിം ആണ് ഇതിന്റെ ഒരു സ്പെക് ഡീറ്റെയിൽസ് കിടക്കുന്നത്. 26 Nm ടോർക്കാണ് രണ്ട് വണ്ടിക്കും കിടക്കുന്നത്. ഇതിന്റെ ഒരു മോട്ടറിന്റെ സെക്ഷനിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 kWh ആണ് വരുന്നത്. അതുപോലെ തന്നെ ഏതറിന്റെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3.7 kWh ഒരു മോട്ടറാണ് വരുന്നത്. അപ്പോൾ എങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടിയും പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടി എന്ന് പറയാനുണ്ടെങ്കിൽ അത് ഏതർ 450X തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത് ഈ ഒരു വണ്ടിക്ക് ചെയിൻ ഡ്രൈവ് ആണ് വരുന്നത്, ബെൽറ്റ് ഡ്രൈവ് അല്ല. അപ്പോൾ ചെയിൻ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരു നേരിയ തോതിൽ ചെറിയൊരു പവർ ഡ്രോപ്പ് നമുക്ക് ഫീൽ ചെയ്യും. ദെൻ ഈ ഒരു വണ്ടിയുടെ ഒരു കോമഡി എന്ന് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പില്ലിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത് ഈ ഒരു വണ്ടി മൊത്തത്തിൽ റോഡിൽ പരന്ന് കിടന്നിട്ട് പോകുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ പില്ലിയണ വെച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹമ്പൊക്കെ ചാടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഹമ്പൊക്കെ ചാടുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. ദെൻ ഞാൻ മുൻപ് ചെയ്ത ചേതക്കിന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേതക്കിന് ഒട്ടും ശബ്ദമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് ചേതക്കിന്റെ അത്ര പോലും ശബ്ദം ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ റോട്ടിലൂടെ ആ പരന്ന് ഓടണേന്റെ ആ ഒരു ടയേഴ്സിന്റെ ശബ്ദം മാത്രമുള്ളൂ ഈ ഒരു വണ്ടിക്ക്. അതല്ലാതെ മോട്ടറിന്റെ സെക്ഷനിൽ നിന്നോ വേറെയുള്ള ബാക്കി എന്ത് കാര്യങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ കൂടിയും നമുക്കൊരു 0 വോളിയം തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നിങ്ങൾക്കൊരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വണ്ടി വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പേസ് വേണം, എന്നാൽ എടുത്തിട്ടടിക്കുന്ന ഒരു പവർ വേണ്ട, കുറച്ച് ലീനിയർ ആയിട്ടുള്ള പവർ മതി എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദി ബെസ്റ്റ് ഓപ്ഷൻ. റിവർ ഇൻഡി എന്ന് പറയുന്ന ഈ ഒരു വണ്ടി നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ഏതറിൻ്റെയിലും ഉണ്ട്, അതുപോലെ ഒരു വണ്ടി റിസ്ത എന്ന് പറഞ്ഞിട്ടുള്ളൊരു വണ്ടി ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, ഗൂഗിൾ മാപ്പ് വരുന്നുണ്ട്. ഈ ഒരു വണ്ടിയിൽ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പ് വരുന്നില്ല. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആയിട്ട് വരും. റിസ്തേനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ലുക്ക് വൈസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒന്നുകൂടി ഇഷ്ടമായത് ഓഫ്കോഴ്സ് റിവർ ഇൻഡി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വണ്ടിയാണ് എനിക്ക് ഇഷ്ടമായത്. പക്ഷേ സ്പെക്ക് വൈസ് വെച്ച് നോക്കുമ്പോൾ ഏതറാണ് ഒരു പടി ഫ്രണ്ടിൽ. ദെൻ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ഒരു നോർമൽ വെഹിക്കിൾ, നല്ല ലുക്കുള്ള, എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ റേഞ്ചൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി സസ്പെൻഷനോട് കൂടിയിട്ടുള്ള ഒരു വണ്ടി തന്നെ പറയാൻ പറ്റും. ഞാൻ ഒന്നുകൂടി എടുത്ത് പറയണു, ഇതൊരു ഫാമിലി ഓറിയന്റഡ് വണ്ടി തന്നെയാണ് ഈ ഒരു റിവർ ഇൻഡി എന്നും പറഞ്ഞിട്ടുള്ള ഈ ഒരു വണ്ടി. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി എന്തിനാണ് ഏതറിനായിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഈസി ആയിരിക്കും. കാരണം നമ്മൾ കൂടുതൽ ചെയ്തിട്ടുള്ള വീഡിയോസ് എന്ന് പറയുകയാണെങ്കിൽ ഏതറിന്റെ വീഡിയോസ് ആണ് ചെയ്തിട്ടുള്ളത്. ഏതർ ചെയ്തിട്ടുണ്ട്, റിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് ഈ ഒരു വണ്ടിയുടെ സ്പെക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ ഏതറിനെയും കാട്ടിയും വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,60,000 ആണ് ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ. അത് ഏതറിനെ സംബന്ധിച്ചിടത്തോളം ക്ലോസ് ടു 2 lakh അതാണ് ഏതറിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു വണ്ടി പക്ക ഒരു സിറ്റി ഓറിയന്റഡ് വണ്ടി എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇത് കുറച്ച് വെയിറ്റ് കൂടിയ വണ്ടിയാണ്. അപ്പോൾ ഇത് എടുക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഒരു 135 kg ഉണ്ടെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നു. അത് നമുക്ക് വണ്ടി ഓടിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും കുറച്ച് വെയിറ്റ് ഉള്ള ഒരു വണ്ടി തന്നെയാണ് ഞാൻ കൊണ്ട് നടക്കണത് എന്നുള്ളതിൻ്റെ ഒരു ഫീല് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ അത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള ഒരു വണ്ടിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യെസ്, ഈ ഒരു വണ്ടി ഡെയിലി യൂസിന് മാത്രം പറ്റിയ ഒരു വണ്ടിയാണ്. ഈ ഒരു വണ്ടിയുമ്പോൾ നമുക്ക് ഏതർ പോലെ ടൂറിങ് ചെയ്യാനൊന്നും പറ്റില്ല. ഏതർ എന്ന് പറയുന്ന വണ്ടി നമുക്ക് കുത്തിവെച്ച് നമുക്ക് മൂവ് ഓൺ ചെയ്ത് നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു വണ്ടി ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഒരു ഓഫീസ് ടു ഓഫീസ്. ഞാൻ നേരത്തെ ചേതക്കിന്റെ വീഡിയോ ചെയ്തായിരുന്നു. അപ്പൊ ആ ചേതക്കിനെ പോലൊക്കെ തന്നെ അതിനെയും കാട്ടിയും കുറച്ച് വെയിറ്റ് കൂടിയിട്ടുള്ള, എന്നാൽ അതിനെയും കാട്ടിയും കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ഒരു ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന് തന്നെ നമുക്ക് ഈ ഒരു റിവർ ഇൻഡി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വണ്ടിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു റിവർ ഇൻഡി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വണ്ടിയുടെ സ്പെക് ഡീറ്റെയിൽസ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് വേറൊരു വണ്ടിയുമായിട്ട് വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെക്കും ബൈ.